നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയതും തൃശൂരിൽ പ്രചാരണം മുന്നേ തുടങ്ങിയതും ഈ ശ്രമത്തിന്റെ ഭാഗമായാണ്. ബി.ജെ.പിയെ അകറ്റി നിർത്തിയിരുന്ന മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തി വോട്ടുറപ്പിക്കാനും ശ്രമം തുടരുകയാണ്. പദയാത്ര തുടരുന്ന സംസ്ഥാന അധ്യക്ഷന്റെ കാര്യപരിപാടികളിൽ എല്ലാം മത സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളുടെ നീണ്ട നിര തന്നെയാണ് ഉള്ളത്. സാമുദായിക നേതാക്കളെ ചേർത്ത് നിർത്തിയാൽ വോട്ടാകുമോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന ബി.ജെ.പി. നേതാവ് ശ്രീ നാരായണൻ നമ്പൂതിരി, കോൺഗ്രസ് നേതാവ് ഹെൻറി ഓസ്റ്റിൻ, അഡ്വക്കേറ്റ് സി.കെ. വിദ്യാസാഗർ SNDP മുൻ സംസ്ഥാന അധ്യക്ഷൻ, ശ്രീ ടോണി ചിറ്റിലപ്പള്ളി സീറോ മലബാർ സഭ പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ ഹെൻറി ഓസ്റ്റിൻ, സാധാരണ കേരളത്തിന്റെ രാഷ്ട്രീയ ഇന്നലകൾ പരിശോധിച്ചാൽ മത സാമുദായിക സംഘടനകൾ ഏറ്റവും ചേർന്ന് നിന്നിട്ടുള്ളത് കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ അടക്കം നിർണയിക്കുന്ന ഇന്നലകളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസുമായി അടക്കം കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചടിയാകാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയല്ലേ? ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ഇത് മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങള് അതേപോലെ തന്നെ ഭൂരിപക്ഷ സമുദായവും ആ ഒരു സ്പെക്ട്രത്തിലുള്ള എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് ചേർത്ത് നിർത്താനാണ് UDF എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രത്യേകിച്ചും അതിന് കൂടുതൽ ശ്രദ്ധ വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. നമ്മള് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ ഭരണഘടനയിൽ തന്നെ ലിഖിതമായതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർക്കാനും സമത്വത്തിനും സാഹോദര്യത്തിനും വലിയ പങ്ക് വഹിക്കാനായിട്ടും നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ അവർക്ക് സുരക്ഷിതത്വം തോന്നുന്ന രാഷ്ട്രീയം UDF-ന്റേതും കോൺഗ്രസിന്റേതുമാണെന്ന് അവർ കാലാകാലങ്ങളായിട്ട് അവർക്ക് അത് തിരിച്ചറിവുണ്ട്. അവർ നമ്മളോടൊപ്പം അവര് കൂടുതലായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് മുൻ അനുഭവങ്ങൾ കാണിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയൊന്നുമില്ല. സംശയമാണ് ഞാൻ തുടക്കത്തിൽ തന്നെ താങ്കളോട് ചോദിച്ചത്. അറിയാം, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അതില്. കാരണം ഇത് പ്രചരണമാണ്. ഇപ്പൊ ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ അത്തരത്തിലൊരു പ്രചരണം നടത്തി ഇപ്പോൾ പെട്ടെന്ന് ഇപ്പൊ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് ഈ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ചില ടോക്കണിസം കൊണ്ട്, ചില സ്നേഹ സന്ദർശനങ്ങൾ കൊണ്ടോ ചില ഉപചാരങ്ങൾ നൽകിയതുകൊണ്ടോ ഒന്നും ഇത് മാറുന്നില്ലല്ലോ. അടിസ്ഥാനപരമായിട്ട് ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ മതന്യൂനപക്ഷം കൃത്യമായിട്ടുണ്ട്. അത് ഞങ്ങളത് കൂടുതൽ വിവരിച്ച് അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല. ഈ അടുത്ത് തന്നെ CBCIയുടെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് എഴുതിയ കത്ത് അത് വളരെ വിശദമായി പറയുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവര്? ഇപ്പൊ ഇവിടെ കേരളത്തിലുള്ള ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗമാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. മുസ്ലിം വിഭാഗത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്. ഇപ്പൊ ക്രൈസ്തവരെ ഈ രാജ്യത്ത് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയെ വളരെ കൃത്യമായിട്ട് വിവരിച്ച് കാട്ടുന്ന ഒരു കത്താണല്ലോ CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് എഴുതിയിരിക്കുന്നത്. അതിലെ ഇന്ത്യൻ ഭരണഘടന തന്നെ അപകടത്തിലാണ്. ലോകത്തെ ഏറ്റവും മികച്ചൊരു ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ വളരെ കൃത്യമായിട്ട് വിവരിക്കുകയും ആലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടന, ആ സംരക്ഷണവും സുരക്ഷിതത്വവും ഇന്ന് ചലഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്കയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും ആശങ്ക പങ്കുവെക്കുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് ശേഷം ചുമതല ഏറ്റ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ പോയി സന്ദർശിച്ച സാഹചര്യമുണ്ടാകുന്നു, മാർ റാഫേ തട്ടിൽ. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ രാജ്യത്തെ തന്നെ വിവിധ സഭകളുടെ അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ഒരു സ്നേഹവിരുന്ന് നൽകുകയും ഒക്കെ ചെയ്യുന്നു. ആ സ്നേഹവിരുന്നിലടക്കം ഈ സഭാധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ച ആൻഡ്രൂസ് താഴത്തെ ലേഖനത്തിൽ പറയുമ്പോൾ പോലും ബി.ജെ.പിയെ
മാറ്റി നിർത്താനോ BJP-യോട് ഐത്തം പുലർത്തേണ്ടതുണ്ട് എന്ന് തുറന്നു പറയാനോ ഒന്നും ഈ സഭാ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് വസ്തുതയല്ലേ? അതിൽ അത്ഭുതപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചെന്ന് കാണുക എന്നുള്ളത് ഏതൊരു വിഭാഗത്തിന്റെയും ഒരു അർഹതയ്ക്കുള്ളൊരു അംഗീകാരമല്ലേ? ഇത് അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നത്? കാരണം നമ്മൾ അത്തരത്തിലൊരു ക്ഷണം ലഭിക്കുമ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയെയും ഈ ഒരു ന്യൂനപക്ഷ സമുദായത്തെയും പ്രതിനിധാനം ചെയ്യുന്ന സമുദായ നേതാക്കന്മാര് അവരെ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത്. അത്തരം അവസരങ്ങളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കൺസേൺസ് പറയാനുള്ള വേദി കൂടിയാണ്. തീർച്ചയായും റാഫേൽ തട്ടിൽ ചുമതലയേറ്റതിന് ശേഷം വളരെ പെട്ടെന്ന്, താങ്കൾക്കറിയാമല്ലോ അദ്ദേഹം എന്നാണ് ചുമതലയേറ്റത് എന്നറിയാം, ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയെ പോയി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സ്നേഹവിരുന്നിലേക്ക് BJP ക്ഷണിച്ച് എത്തുന്നു. അതിൽ താങ്കൾ പറഞ്ഞ ഒരു സാങ്കത്യം നിലനിൽക്കും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. ഇന്ന് പാർലമെന്റിൽ നടന്നത് രണ്ടാം നരേന്ദ്രമോദിയുടെ അവസാനത്തെ പ്രസംഗമാണ്. ഇനി ഒരു കാവൽ സർക്കാരിലേക്ക് പോവുകയാണ് സർക്കാർ. അടുത്ത മാസം ആദ്യം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടുത്ത പ്രധാനമന്ത്രി ആര് എന്നതൊക്കെ ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ അറിയേണ്ടത്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയൊരു സർക്കാർ രൂപീകൃതമാകാൻ ഇരിക്കുമ്പോൾ ഇത്രമേൽ തിടുക്കത്തിൽ പ്രധാനമന്ത്രി അടക്കം കാണാൻ തയ്യാറാകുന്നു സഭാ നേതൃത്വം എന്നതാണല്ലോ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. രാഷ്ട്രീയമാണ്. ഒരു ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴുള്ള ഇലക്ട്രൽ രാഷ്ട്രീയത്തിന്റെ വിവിധ തന്ത്രങ്ങളാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനായിട്ടാണല്ലോ BJP എല്ലാ സംസ്ഥാനങ്ങളിലും ശ്രമിക്കുന്നത്. കേരളത്തിൽ അവർക്ക് വളരെ കൃത്യമായിട്ട് ഒരു പ്ലാൻ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ അവർക്കറിയാം, ഇപ്പൊ ഇത്രയും വർഷത്തെ NDA-യുടെ ഇവിടെ നമുക്കറിയാം BDJS അടക്കം ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയെ കൂടെ ചേർത്ത് ഒരു പരീക്ഷണം നടത്തി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടായില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിഭാഗങ്ങളെയും കൂടി അടർത്തി മാറ്റിയാൽ മാത്രമേ കേരളത്തിൽ BJP-യുടെ രാഷ്ട്രീയത്തിന് പച്ചപിടിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇലക്ട്രൽ മനൂറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ സഭയുടെ ഒരു വിഭാഗത്തെങ്കിലും ചേർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു ആശങ്കയുമില്ല. ഒരു പിതാവ് ഇപ്പോ തട്ടിൽ പിതാവ് ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ട് സിറിയൻ സഭയെ അല്ലെങ്കിൽ സഭാവിശ്വാസികൾ എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് BJP-യിലേക്ക് ചേരുമെന്ന് യാതൊരു ആശങ്കയും കോൺഗ്രസിനും UDF-നും ഇല്ല. കാരണം അത് കാലാകാലങ്ങളിലായിട്ട് BJP-യുടെ രാഷ്ട്രീയം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കറിയാം. അതിന്റെ ആശങ്കകളാണല്ലോ 2 ദിവസം മുമ്പ് നമ്മളെ BCCI-യുടെ പ്രസിഡന്റ് കത്തിലൂടെ പുറത്തു വന്നത്. ഒരു ദിവസം ശരാശരി 2 ക്രൈസ്തവർ ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്. രണ്ടുപേര് ശരാശരി 742 ഇൻസിഡൻസ് ആണ് ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. മണിപ്പൂരിലെ കണക്ക് കൂട്ടാതെയാണത്. മണിപ്പൂര് മാത്രം 256 ചർച്ചസ് ഇവര് ഗോത്രങ്ങൾ തമ്മിലുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ പോലും അവിടെ ക്രൈസ്തവ സഭയാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ആർക്കും അറിയാത്തത്. 256 ചർച്ചസ് അവിടെ. ഇപ്പോൾ വിചിത്രമായ ഒരു കാര്യം നമ്മൾ കാണുന്നത് UP-യിലും ഡൽഹിയിലും പഞ്ചാബിലും കർണാടകത്തിലും ഒക്കെ ക്രിസ്മസ് സമയത്ത് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും കേസ് എടുക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാലോ, ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിസ്ത്യൻ സെലിബ്രേഷൻ മാത്രമാണോ? ഇവിടെ സ്റ്റാർ തൂക്കുന്നത്, ഇവിടെ എല്ലാ വീടുകളിലും നക്ഷത്രവിളക്കുകൾ തൂക്കുന്നത്, അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ വിവേചനമില്ലാതെ കേരളത്തിൽ എല്ലാവരും നക്ഷത്രവിളക്കുകൾ തൂക്കാറില്ലേ? ഓണം എല്ലാവരുടെയും ആഘോഷമായതുപോലെ തന്നെ ക്രിസ്മസും ഈ നാട്ടിന്റെ ബഹുസ്വരതയുടെ ആഘോഷമാണ്. അതൊരു ക്രൈസ്തവ ആഘോഷം മാത്രമല്ല. പക്ഷെ അതിന് പോലും വികലമായ രീതിയിൽ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് അത് സംഘടിപ്പിക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ കേസ് എടുക്കുകയാണ് ഈ രാജ്യത്തുനിന്ന്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുന്നു, അവിടെ മതപരിവർത്തനം നടത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരോപിച്ചുകൊണ്ട് അവിടെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ എത്ര വിപുലമായ എത്രയോ സംഭവങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഈ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. നാരായണൻ നമ്പൂതിരി, ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഇത് വോട്ട് ലക്ഷ്യം വെച്ചുള്ള ഒരു തരം ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കളെ പോലെയുള്ള ഇടപെടൽ മാത്രമാണ് BJP-യുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യോഗകാര്യ പരിപാടികളിൽ രാവിലെ 9 മണിക്ക് ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ
വി ദിനകരന്റെ വസതിയിൽ എത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണം എന്നുള്ളത്. ഉച്ചയ്ക്ക് 12:45 മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനം സന്ദർശനം. ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെയും ഷെഡ്യൂൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുക. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള പദയാത്രകളുടെ ഭാഗമായി സന്ദർശനങ്ങളൊക്കെ നടത്തുന്നത് ശരിയാണ്. പക്ഷേ ഈ സന്ദർശനങ്ങളൊക്കെ വോട്ടായി മാറും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീനാരായണൻ നമ്പൂതിരി? എനിക്ക് കെ സുരേന്ദ്രൻ്റെ യാത്രയോ മറ്റ് വിവിധ സമുദായ സംഘടനകളോ മതസംഘടനകളോ ആയി നടത്തുന്ന സമ്പർക്കങ്ങളോ ഒക്കെ വോട്ടായി മാറുന്നുണ്ടോ എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് മുമ്പ് എൻ്റെ അടുത്ത കോൺഗ്രസിൻ്റെ നേതാവ് ഇതൊന്നും ഓരോ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡൽഹിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവിടെ ചില പള്ളികൾ ആക്രമിക്കപ്പെട്ടതായി വാർത്ത വന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആപ്പ് അധികാരത്തിൽ വന്ന് ആക്രമണമൊന്നുമില്ല. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഇത്തരം ആക്രമണങ്ങളും ഇത്തരം പരാതികളും ഇത്തരം പ്രചരണങ്ങളുമെല്ലാം സ്ഥിരമായി നടക്കുകയാണ്. എന്താണ് നരേന്ദ്രമോദിയും സുരേന്ദ്രനുമെല്ലാം പല വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? തട്ടിൽ പിതാവ് നരേന്ദ്രമോദി അങ്ങനെ ഒരു അസഹിഷ്ണുതയൊന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. പ്രധാന പിന്നെ അല്ല, ഞാൻ ചോദിച്ച മാധ്യമങ്ങൾക്ക് എന്താണെന്ന്, ഇങ്ങനെ ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ്? ഞാൻ താങ്കളോട് ചോദ്യത്തിൽ തന്നെ ഞാൻ താങ്കളോട് കൃത്യമായി പറഞ്ഞു. അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം യാത്രകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും മതമേലധ്യക്ഷന്മാരും ഒക്കെ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളത്. എന്റെ ചോദ്യം താങ്കളോട് വളരെ ഡയറക്റ്റ് ആയിരുന്നു. ഈ സന്ദർശനങ്ങൾ വോട്ടായി മാറുമോ, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ BJP എന്നത് മാത്രമാണ് ചോദ്യം. ഇല്ല, ഇത് വോട്ടായി മാറുമോ എന്നുള്ള എല്ലാം എന്തെങ്കിലും ലക്ഷ്യം വെച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള ഇതുവരെയുള്ള അനുഭവം വെച്ചായിരിക്കും നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത്. എന്റെ നിലപാട് പദയാത്ര കടന്നു പോകുന്നത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയല്ലേ? ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലല്ലേ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്? അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമാണ് പദയാത്രയിലൂടെ BJP നടത്തുന്നത്. അതിലെന്താണ് തർക്കവും സംശയവും? 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ പദയാത്ര നടത്തുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണമാണ്. അതെ, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ പാർട്ടി പരിപാടികൾ നടത്തുന്നതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ വിവിധ സമുദായ മത നേതാക്കന്മാരുമായി സംവദിക്കും, ചർച്ചകൾ നടത്തും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. അതിനെന്താ, അത് സ്വാഭാവികമായി കേരളത്തിലെ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താൻ, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ, അത് പരിഹരിക്കാൻ, അവരുടെ പിന്തുണ തേടുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ്. ഞാൻ പറഞ്ഞ അത് വോട്ടായി മാറിയില്ലയോ എന്നുള്ളതല്ലോ. BJP അത്തരം ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നു. അത്തരം മറ്റു പാർട്ടികൾ നടത്തുന്നതിനൊന്നും നിങ്ങൾക്ക് ചർച്ചയില്ലല്ലോ. ഇപ്പൊ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ പരിപാടി അദ്ദേഹം രാവിലെ കാപ്പ് കുടിക്കാൻ എന്താ പൗരപ്രമുഖന്മാരെ വിളിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഹെൻറിയോട് ചോദിച്ച ചോദ്യത്തിൽ അല്ല. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇവിടെ താങ്കൾ ചർച്ചയിൽ ഒരല്പം വൈകിയാണ് വന്നത് എന്നതുകൊണ്ടാകാം ഞാൻ ഹെൻറിയോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ സാമുദായിക ഇക്വേഷൻസ് അടക്കം നിലനിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പോലും തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ് കോൺഗ്രസ് പാർട്ടി. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇത് നേരത്തെ മുതലുള്ള ശീലമായിരുന്നുവെങ്കിൽ തീർച്ചയായും അതിൽ ആർക്കും ഒന്നും തോന്നില്ല. അല്ല, BJP 10 വർഷം മുമ്പുള്ള BJP അല്ലല്ലോ 2024 നിൽക്കുന്ന BJP. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണ്. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ്, ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുക എന്നുള്ളത് സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്.
അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അത് കേരളത്തിലടക്കം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ഇന്ററാക്ഷൻ നടത്താറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ തേടാറുണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതൊരു നിരന്തരമായ ഒരു പ്രോസസ്സാണ്. അത് ഇന്നലെ തുടങ്ങിയ അല്ലെങ്കിൽ മിനിയാന്ന് തുടങ്ങിയ ഒരു നടപടിയല്ല. ഇത് കഴിഞ്ഞ 4-5 വർഷമായി സ്ഥിരമായി നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ഇപ്പോ കർദിനാൾമാർ ഇന്ത്യയിലെ ബിഷപ്പുമാർ എത്രയോ വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോഴെല്ലാം കാണാറുണ്ട്, ഡൽഹിയിൽ പോയി കാണാറുണ്ട്, മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കാണാറുണ്ട്. ഇതെല്ലാം ഒരു ഭരണകൂടം 145 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ ഒരു ഭരിക്കുന്ന ഒരു ഭരണകൂടം എന്ന നിലയിൽ ആ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ഇവരെ കാണേണ്ടത്. കാണാൻ ആഗ്രഹിക്കുന്നവരെ കാണും, അവരുമായി ചർച്ച ചെയ്യും. പാർട്ടിയുടെ ബാധ്യതയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണും. അതിനെന്താണ് കുഴപ്പം? അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ്. അതേതെങ്കിലും നാളെ ഞങ്ങൾ വോട്ട് കിട്ടുമോ, ഞങ്ങളെ പിന്തുണയ്ക്കുമോ എന്നുള്ളതല്ല. അതെല്ലാം അതിന്റെ പിറകെ വരേണ്ട കാര്യങ്ങളാണ്. ശരി, എന്തായാലും അത്രമേൽ വിശാലമായ മനസ്കഥയോടുകൂടിയാണ് BJP എത്തുന്നത് എന്നാണ് ശ്രീ ടോണി ചിറ്റിലപ്പള്ളി BJP നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ നാരായണൻ നമ്പൂതിരിയുടെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്ന BJP അല്ല ഇപ്പോഴത്തെ BJP. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP, ആ BJPക്ക് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ പരിഹരിക്കപ്പെടാൻ പറ്റുന്നില്ല എന്ന ചോദ്യവും ഉയർന്നു വരുന്നത്. എന്തായാലും ഹെൻറി പറയുന്നത് ഇത്തരം സന്ദർശനങ്ങളൊന്നും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നില്ല. ഇത് ഒരു പ്രധാനമന്ത്രി ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കുക എന്ന സാമാന്യമായ മര്യാദ, BJP നേതാക്കൾ എത്തുന്നുവെങ്കിൽ അവരെ സ്വീകരിക്കുക എന്ന സാമാന്യമായ മര്യാദ, അതിനപ്പുറത്ത് BJPയോട് ഒരു തരത്തിലുമുള്ള അടുപ്പവും ഇപ്പോൾ ഒരു സഭയും നടത്തുന്നില്ല എന്നാണ്. അങ്ങനെയാണോ സഭയ്ക്കകത്തെ പൊതുവിലയിരുത്തൽ? താങ്കൾ പറയുന്നത് മ്യൂട്ടാണ്, ഒന്ന് മ്യൂട്ട് മാറ്റി സംസാരിക്കാമോ? യെസ്, പറഞ്ഞോളൂ. കേൾക്കാമോ താങ്കൾക്ക്? ശ്രീ ഹെൻറി, താങ്കളൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? പറഞ്ഞോളൂ. എന്നോടാണോ? അതെ, ഞാനാണോ സംസാരിക്കേണ്ടത്? അതെ അതെ, എന്നോടാണോ ചോദിച്ചത്? ശ്രീ ടോണി ചിറ്റിലപ്പള്ളിയോടാണ്. യെസ്, സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ഇവിടെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹിക അവസ്ഥ എന്തായിരുന്നുവെന്ന്, അതിനുശേഷം മതസാമുദായിക സംഘടനകൾ ഒരു പരിധിവരെ ശക്തി പ്രാപിച്ച സാഹചര്യമുണ്ടാകുന്നു. സംഘടനാ ബലം കൊണ്ട് ഇന്നിപ്പോൾ NSS ആകട്ടെ, SNDP ആകട്ടെ, ക്രൈസ്തവ സംഘടനകളാകട്ടെ, അതിൻ്റെ വലിപ്പം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇത്തരം സാമുദായിക നേതാക്കൾക്ക് ഇപ്പോൾ കാര്യമായ ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ താങ്കളുടെ നിഗമനത്തിൽ? കേരളത്തിലെ ജനങ്ങൾ, ഇവിടുത്തെ വോട്ടർമാര് ഒരു നല്ല ശതമാനം പേര് ഏറെക്കുറെ കമ്മിറ്റഡ് വോട്ടേഴ്സാണ്. രാഷ്ട്രീയ ആശയങ്ങളെയൊക്കെ മുറുകെ പിടിക്കുന്ന, അതനുസരിച്ചിട്ട് അവരുടെ വോട്ടുകൾ വിനിയോഗിക്കുന്ന ഒരു നല്ല സെഗ്മെന്റാണ് നമ്മുടെ പൊളിറ്റി. അപ്പൊ അവിടെ ഈ മതസാമുദായിക നേതാക്കൾക്കൊക്കെ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ പെരിഫറലാണ്, വളരെ മാർജിനലാണെന്നാണ് എനിക്ക് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയാണ്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പോ BDJS എന്ന് പറഞ്ഞ് ഇവിടെ ഈഴവ സമുദായത്തിന്റെ പാർട്ടി ആയിട്ട് മിസ്റ്റർ നടേശനും മിസ്റ്റർ തുഷാർ വെള്ളാപ്പള്ളിയും എല്ലാം ചേർന്ന് ഇവിടെ വലിയ ആരവം ഉയർത്തി ഹെലികോപ്റ്ററിൽ പൊടി പാറിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഓടിയില്ലേ. ഇവിടെ കുറച്ച് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാം എന്നല്ലാതെ അതിനപ്പുറത്ത് പിന്നെ കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ നിധിയിലേക്ക് കുറെ അധികം കെട്ടിവെച്ച കാശ് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക്
ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയില്ല എന്നാണ് എന്റെ ഓർമ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്. അപ്പോ സാമുദായിക നേതാക്കൾക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ പെരിഫറലാണ്, വളരെ ലിമിറ്റഡ് ആണ്. അതിനപ്പുറത്തേക്ക് പക്ഷേ എന്തെങ്കിലും ഒരു കോർ ഇഷ്യൂ അതാണ് അതിന്റെ പ്രധാനം. ഏതെങ്കിലുമൊക്കെ ഒരു വിഷയാധിഷ്ഠിതമായിട്ട് ഒരു ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നാരായണ നമ്പൂതിരി, അത് തന്നെയാണ്, അതായത് ശ്രീ വിദ്യാസാഗർ സൂചിപ്പിച്ച ഒന്ന്, നിലവിൽ ഇത്തരം സാമുദായിക അപ്പോ അവരുടേതായിട്ടുള്ള ഒരളവിൽ ഒരു സ്ഥിതി ഉണ്ടായേക്കാം. അങ്ങനെ പക്ഷെ ഇവിടെ പോളിറ്റി കാര്യങ്ങളെ ഒരുവിധം വൃത്തിയായിട്ട് വിലയിരുത്തുന്നു. അവർക്ക് സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള ആശയങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ, ഈ സമൂഹത്തിന് വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയാസ്, അത് പ്രധാനം. അതോടൊപ്പം അതിന്റെ പെർഫോമൻസ്, ഹൗ ഡു ദേ പെർഫോം when they come to power. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള ഒരു വിലയിരുത്തൽ നല്ലപോലെ നിർത്താൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് കേരള സമൂഹം മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തില് ഈ മത സാമുദായിക നേതാക്കൾക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങള് സമൂഹത്തിന്റെ അവരുടെ വിഭാഗങ്ങളുടെ ഒക്കെ മനസ്സിലേക്ക് കടത്തിവിടാനായിട്ട് സാധിക്കും. അതിനെ വിലയിരുത്താൻ പറയാം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അന്ധമായിട്ട് അതിനെ പുറകെ പോകുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴും ഒരു സംശയം ശ്രീ സി കെ വിദ്യാസാഗർ, ഇവിടെ നമുക്കറിയാം കേരളത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാലും അതിൽ ഭൂരിഭാഗം വരുന്നത് ഹൈന്ദവ വിഭാഗമാണെന്നത് താങ്കൾക്കറിയാം. അതിൽ തന്നെ ഇപ്പോൾ SNDP പോലെയുള്ള മത സാമുദായിക വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് സ്വാധീനം ഉള്ളത്. അതിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, BDJS രൂപീകരിച്ചുവെങ്കിലും ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റിയിരുന്നില്ല എന്നുള്ളത്. വലിയൊരു ശതമാനം ഈഴവ സമുദായ അംഗങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് എന്ന് ഈ വോട്ടുകളുടെ ഇന്നലകളുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഹൈന്ദവ വിഭാഗം പലപ്പോഴും ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സമീപനമുണ്ട് താനും. ഒരു ഐക്യത്തിലേക്ക് ഹൈന്ദവ വിഭാഗം എത്തിയിട്ടുമില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഏകീകൃത സ്വഭാവമില്ല എങ്കിൽ പോലും അതിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ കുറച്ചുകൂടി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളായി മാറുന്നുണ്ടോ? അവയെ നിയന്ത്രിക്കാനെങ്കിലും ഈ മത മേലധ്യക്ഷന്മാർക്ക് സാധിക്കുമെന്ന് താങ്കൾക്ക് നിരീക്ഷണമുണ്ടോ ശ്രീ വിദ്യാസാഗർ? When compared to ഈഴവ കമ്മ്യൂണിറ്റി, തീർച്ചയായിട്ടും മൈനോറിറ്റീസിന്റെ ഇടയിൽ അവരുടെ സാമുദായിക നേതാക്കൾക്ക് അതുപോലെ പുരോഹിത നേതാക്കൾക്ക് കുറെ കൂടി സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ളതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാലിറ്റിയാണ്. അപ്പോ ഇത് മാറി വരുന്ന കാലത്തിൽ ഒപ്പിച്ച് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 ടേം ഭരിക്കും. അതെ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരുമെന്ന് വലിയ ആത്മവിശ്വാസം BJP വെച്ചു പുലർത്തുന്നുണ്ട്. എവിടെയൊക്കെ അക്കൗണ്ടുകൾ തുറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ പറ്റുമോ അതിലെല്ലാം വിജയിക്കുക എന്നൊരു അജണ്ടയാണ്. 370 സീറ്റാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി അവകാശപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നെങ്കിൽ കേരളത്തിൽ നിന്ന് ആ നിലയിലേക്കാണ് പൊതുവെ ഉള്ള ശ്രമങ്ങൾ. അപ്പോൾ ഈ സ്വാഭാവികമായി ന്യൂനപക്ഷത്തെ പറഞ്ഞുകൊള്ളൂ. കേന്ദ്ര ഭരണം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അധികാര കേന്ദ്രവുമായിട്ട് ഏറെക്കാലം അങ്ങനെ വിയോജിച്ച് നിൽക്കുന്നതിൽ കാര്യമില്ല. ബിക്കോസ് രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടും നേതാക്കളുമായിട്ടും ഒക്കെ നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിലുള്ള ആശയത്തെ ഒരു അളവ് വരെ ഈ പുരോഹിതന്മാർക്ക് അവരുടെ ഇടയിലേക്ക് കടത്തിവിടാൻ, അവരുടെ ജനവിഭാഗത്തിന്റെ ഇടയിലേക്ക് കടത്തിവിടാനായിട്ട് ഒരു പക്ഷെ സാധിച്ചേക്കാം. പക്ഷേ ആ സൗഹൃദവും വോട്ടും രണ്ടും രണ്ടല്ലേ? ഈ സൗഹൃദമാണല്ലോ പതുക്കെ വോട്ടിലേക്ക് വോട്ടിലേക്ക് മാറുന്നത്. ഈ സൗഹൃദത്തിലൂടെ വോട്ടിലേക്ക് ഒരു ഐ തിങ്ക് കുറെയെല്ലാം സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും, പുരോഹിതന്മാർക്ക് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ടോണി, അതാണ് ചോദ്യം. അതായത് ഈ സൗഹൃദങ്ങൾ വോട്ടിലേക്ക് മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിലടക്കം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ഇത് കേവലം നമുക്കൊരു സൗഹൃദമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, സീറോ മലബാർ സഭയുടെ തലവൻ
മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതുമായിട്ടുള്ള ചില വിവാദങ്ങളോട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു 50 ലക്ഷം ജനസംഖ്യയുള്ള ഒരു സഭയുടെ തലവൻ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെ അനൗപചാരികമായിട്ട് കാണാൻ പോകുന്ന ഒരു കാര്യം അതൊരു സാധാരണ വിഷയമാണ്. അതൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടേണ്ട ഒരു ആവശ്യവുമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ്, പ്രധാനമന്ത്രി അദ്ദേഹത്തിന് സന്ദേശം അയച്ചു, അദ്ദേഹത്തിനെ കാണാൻ പോയി. അത് സാധാരണ അനൗപചാരികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു സഭയുടെ തലവനാണ്. അതിൽ നമ്മൾ ആരും രാഷ്ട്രീയം കാണേണ്ട. പക്ഷേ ശ്രീ ടോണി, ഈ കേരളത്തിലെന്നല്ല നമ്മുടെ രാജ്യത്തിൽ എപ്പോഴും രാഷ്ട്രീയത്തിൽ മതസാമുദായിക സംഘടനകൾ ഇടപെടാറുണ്ട് എന്നതൊരു വസ്തുതയാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നു എന്ന നരേഷനുണ്ട് രാജ്യത്ത്. അത് പ്രത്യേകിച്ച് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അപ്പോൾ അങ്ങനെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അതൃപ്തിയുള്ള ഒരു സമയമാണ് എന്ന് പൊതുവെ പറയുമ്പോൾ ആ സമയത്താണ് ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്നതുകൊണ്ടാണ് കൂടുതൽ ഈ വിഷയം ചർച്ചയായി വരുന്നത്. ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ഇതിപ്പോൾ BJP ഭരിക്കുമ്പോൾ മാത്രമല്ല, കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇത്ര നാള് ഭരിച്ചപ്പോഴും എല്ലാം ഈ ആക്രമണം ഉണ്ടായിരുന്നു. ഇനി നമുക്കൊരു കാര്യം, നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ക്രൈസ്തവ സഭ എപ്പോഴും മുന്നോട്ട് പോസിറ്റീവ്സ് ആണ്. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അവിചാരമായിട്ടുള്ള ഒരു സ്റ്റെപ്സിലൂടെ, ചുവടുകളിലൂടെ ജനഹൃദയങ്ങളെ കവരാൻ ഒരു കഴിവുള്ള നേതാവാണ്. ഒരു നേതാവ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണം. ഇത്രമാത്രം ഈ വലിയ ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തെ ഒരു നേതാവായിട്ട് ഇന്ത്യക്കാര് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. നമ്മളത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് നമ്മളത് ചെയ്യണം. ഇനി ഇപ്പൊ ക്രൈസ്തവ ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ക്രൈസ്തവരെ ആക്രമിക്കുമ്പോൾ ഭരണാധികാരികൾ പലപ്പോഴും മൗനം പാലിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇപ്പൊ ആസാമില് അവിടെ നമ്മളുടെ പരിശുദ്ധ കന്യാമൃതത്തിന്റെ രൂപം അവിടെ നീക്കപ്പെട്ടു. മാത്രമല്ല ഛത്തീസ്ഗഡില് മുഖ്യമന്ത്രി വിഷ്ണു ഡേ എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ വിമർശനാത്മകമായിട്ടുള്ള ഒരു കാര്യം ക്രൈസ്തവ സഭയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കാശ്മീരില് സെന്റ് ജോസഫ് സ്കൂൾ പൂട്ടുകയുണ്ടായി. 4,000 പഠിക്കുന്ന അവിടെ കാശ്മീരിലെ സെന്റ് ജോസഫ് സ്കൂളില് 500 ആലോചനകൾ ജീവനക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ UP-ല് കഴിഞ്ഞ ദിവസം 10 പേരെ നിർബന്ധിത മതപരിവർത്തനം പറഞ്ഞുകൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. അപ്പോൾ ഇതെല്ലാം നിത്യം നടക്കുന്നുണ്ട്. നമുക്കറിയാം ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം അതൊരു യാഥാർത്ഥ്യമാണ്, നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ക്രൈസ്തവ സഭകൾ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ഒരിക്കലും മുൻപോട്ട് വയ്ക്കുന്നില്ല. നമ്മളൊരു നല്ല ഭരണാധികാരി ക്രൈസ്തവർക്ക് വേണ്ടി നല്ലത് ചെയ്താൽ നമ്മൾ അത് അംഗീകരിക്കും. നമുക്കറിയാം മുൻ ഉപപ്രധാനമന്ത്രി LK അഡ്വാനിജി, സ്മൃതി ഇറാനി, ജോസഫ് മുണ്ടശ്ശേരി, EMS ഇവരൊക്കെയും ക്രൈസ്തവ ദേവാലയങ്ങൾ പഠിച്ച്, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. ക്രൈസ്തവ മിഷണറി അല്ലെങ്കിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നത് സ്നേഹം, അച്ചടക്കം, കരുണ, ഇവയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ക്രൈസ്തവരോട് മറ്റുള്ള പാർട്ടികൾ കാണിക്കുന്ന എന്താണ്? എത്രമാത്രം വർഷങ്ങളാണ് കോൺഗ്രസ് ഇവിടെ ഭരിച്ചത്? എന്താണ് കോൺഗ്രസ് ക്രൈസ്തവ ജനതയ്ക്ക് നൽകിയ ഒരു സന്ദേശം? എന്ത് നന്മയാണ് കോൺഗ്രസ് ഇത്രയും നാൾ ഭരിച്ചതിനേക്കാൾ ഉയർന്ന തലത്തിൽ എന്താണ് BJP സഭകൾക്ക് നൽകുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ? ഞാനിവിടെ BJP-യെ ന്യായീകരിക്കുകയല്ല. ക്രൈസ്തവര് അവർക്ക് എല്ലാ പാർട്ടികളും ക്രൈസ്തവരോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല. അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും ക്രൈസ്തവർ എപ്പോഴും ക്ഷമയോടുകൂടെ രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയത്തെയും പോസിറ്റീവായിട്ട് കാണുന്നവരാണ്. പക്ഷേ കേരളത്തിൽ കുറച്ചുകൂടിയൊക്കെ വ്യത്യസ്തമായിരുന്നു എന്ന് തോന്നുന്നു ശ്രീ ടോണി ചിറ്റിലപ്പള്ളി സാഹചര്യം. ഹലോ, കേരളത്തിലും അതേ തരത്തിൽ തന്നെയായിരുന്നോ കോൺഗ്രസിന്റെ ഒക്കെ സമീപനമെന്നാണ് പൊതുവെ താങ്കൾ വിലയിരുത്തുന്നത്? എന്താണ് സംശയം? കഴിഞ്ഞ 20 വർഷമായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് എന്താണ് ക്രൈസ്തവർക്ക് നൽകിയത്? കേരളത്തിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ചെയർമാൻ ആക്കിയിട്ടുണ്ടോ? എത്ര മിനിസ്റ്റേഴ്സ്, എത്ര കത്തോലിക്കരായിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസ്തവരുടെ മിനിസ്റ്റേഴ്സ് ന്യൂനപക്ഷ കമ്മീഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ ക്രൈസ്തവ മെമ്പേഴ്സിനാണ് ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് അവർ നിയോഗിച്ചിട്ടുള്ളത്? വെറും ക്രൈസ്തവന്റെ പറഞ്ഞ് ഇപ്പോഴും LDF ഗവൺമെന്റ് ചെയ്യുന്നത് നിരീശ്വരവാദികളായിട്ടുള്ള ക്രൈസ്തവ നാമം പേറുന്ന ആൾക്കാരെയാണ് ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമാക്കിയിട്ടുള്ളത്. എന്ത് നന്മയാണ് കോൺഗ്രസ് ഇവിടെ നൽകിയിട്ടുള്ളത്? JP കോശി കമ്മീഷൻ റിട്ട് എത്ര ക്രൈസ്തവരാണ് ആത്മഹത്യ ചെയ്തത്? മലയോര മേഖലകളിൽ എത്ര ക്രൈസ്തവ കർഷകർ ആത്മഹത്യ ചെയ്തു? ക്രൈസ്തവർ പോകട്ടെ, എത്ര ഹിന്ദു ആൾക്കാർ ആത്മഹത്യ ചെയ്തു?
തീരദേശ മേഖലയിൽ എത്രമാത്രം ആളുകളാണ് അവിടെ ഒരു ഗോഡൌണിൽ പട്ടികളെ പോലെ അവിടെ കിടന്ന് അവിടെ സമരം നടത്തിയിട്ട് ഏത് ഗവൺമെന്റാണ് തിരിഞ്ഞു നോക്കിയത്? അപ്പോൾ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും കാർഷിക മേഖലയിലും എല്ലാം ക്രൈസ്തവർക്ക് തിരിച്ചടി നേരിടുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, 2.3% ക്രൈസ്തവരുള്ള ഈ ഇന്ത്യയില് അവരാണോ തീവ്രവാദികൾ? അവരാണോ നിങ്ങൾക്ക് ലക്ഷണി? ഇപ്പോഴും ക്രൈസ്തവരുടെ ജനസംഖ്യ കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർ പാടുപെടുകയാണ്. ഇവിടെ കൃഷിക്ക് സംരക്ഷണമില്ല, ക്രൈസ്തവർക്ക് സംരക്ഷണമില്ല. JV കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്ര നാളുകളായി അത് പെട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഒരു അക്ഷരം ചോദിച്ചാൽ ഗവൺമെന്റ് മിണ്ടുമോ? ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കോൺഗ്രസ് ഗവൺമെന്റ്, LDF ഗവൺമെന്റ് എന്താണ് അവർ ക്രൈസ്തവർക്ക് നൽകിയിട്ടുള്ളത്? ശരി. അപ്പോൾ ഞാൻ പറയുകയാണ്, ക്രൈസ്തവർക്ക് നന്മ ചെയ്യുന്ന ആളുകളെ തിരിച്ചു സഹായിക്കാനായിട്ട് ക്രൈസ്തവർക്ക് യാതൊരു മടിയുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ KP അഭിലാഷിനോട് പറയുകയാണ്, അഭിലാഷ് ഇവിടെ എഴുതി വെച്ചോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് എഴുതി വെച്ചോ, ക്രൈസ്തവർ അതിശക്തമായിട്ട് വോട്ട് രേഖപ്പെടുത്തും. അത് ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രബലരായുള്ള ക്രൈസ്തവ ശക്തി വരും തെരഞ്ഞെടുപ്പിൽ ഏകദേശം 6 മണ്ഡലങ്ങളിലും അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് പരസ്യമായി പ്രഖ്യാപിക്കുമോ? പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന പ്രസ്താവിക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം. ആർക്കാണ് എന്ന് അറിയാൻ പറ്റിയില്ല എങ്കിൽ എങ്ങനെ നമുക്ക് അന്തരീക്ഷത്തിൽ നിർത്താൻ പറ്റുമോ? എന്തായാലും ഒരു പോളറൈസേഷൻ, ഒരു ക്രൈസ്തവ ഏകീകരണം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് 80-20 ആ അനുപാതത്തില് ആ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള, ക്രൈസ്തവ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു പാക്കേജ് വന്നു. പക്ഷെ ഇപ്പോഴും ഗവൺമെന്റ് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഈ 80-20 അനുപാതത്തിനെതിരെ. അതെന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത്? JV കോശി കമ്മീഷൻ റിപ്പോർട്ട് 3 വർഷമായി അതിന്റെ പിറകെ നടക്കുകയാണ്. എത്രമാത്രം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്? എന്താണ് ഗവൺമെന്റ് അക്ഷരം മിണ്ടാത്തത്? വേറൊരു സമുദായമാണെങ്കിൽ അവർ ഗവൺമെന്റ് ചെയ്യൂ. വേറൊരു സമുദായം ക്രൈസ്തവർക്ക് പകരം നിൽക്കുന്നെങ്കിൽ ഈ JV കോശി കമ്മീഷൻ റിപ്പോർട്ട് വിളിച്ചോ? ശരി ശരി ടോണി, എന്തായാലും സർക്കാരിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ CPM-ന്റെ പ്രതിനിധിയോ ഈ ചർച്ചയിലില്ല. അതുകൊണ്ട് താങ്കളുടെ പല ചോദ്യങ്ങളും എനിക്ക് അവിടേക്ക് പാസ് ചെയ്യാൻ മാർഗമില്ല. പക്ഷേ ഹെൻറി, താങ്കൾ ശ്രദ്ധിച്ചു കേൾക്കുന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. അതിന് ഇനിയിപ്പോൾ ഒരു ആവർത്തനത്തിന്റെ ആവശ്യമില്ല. താങ്കൾ പറഞ്ഞതുപോലെ അല്ല സാഹചര്യം എന്ന് ടോണിയുടെ വാക്കുകളിൽ മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം സീറോ മലബാർ സഭയുടെ അൽമായ സെക്രട്ടറിയാണ്. എത്രത്തോളം അദ്ദേഹത്തിന് ഈ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവുണ്ട് എന്ന് ആ പദവി വെച്ചുകൊണ്ട് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അഭിലാഷ്, ഇതില് എനിക്ക് ശ്രീ ടോണിയുടെ വാദഗതി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗത്വമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില പദവികൾ കൊടുത്തുകൊണ്ട് ഈ സമുദായത്തിന്റെ താല്പര്യങ്ങൾ മുഴുവൻ സംരക്ഷിക്കപ്പെടുമോ? പദവികൾക്ക് വേണ്ടിയാണോ സമുദായം നിൽക്കുന്നത്? അതോ അഭിമാനത്തോടുകൂടി, സമത്വത്തോടുകൂടി, ഒരേ തലയെടുപ്പോടുകൂടി ഈ രാജ്യത്ത് ഒരേ തരത്തിലുള്ള പൗരന്മാരെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണോ പ്രാധാന്യം? അവിടെയാണ് ചോദ്യം. ന്യൂനപക്ഷ അവകാശങ്ങള്, ഈ ഭരണഘടനയിൽ നൽകിയിട്ടുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരോ പാർട്ടിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാതെ ആർക്കെന്ത് പദവി കൊടുത്തുന്നുള്ളതല്ല. അതൊക്കെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ്. നമ്മൾ ഒരു ഭരണഘടനയിൽ നിർവഹിച്ച പോലെ ലിംഗഭേദമന്യേ, ജാതിഭേദമന്യേ, മതഭേദമന്യേ ഒരേ പൗരന്മാരായിട്ട് ഒരു കൊടിക്കീഴിൽ ഒരു ഭരണഘടനയുടെ തുല്യമായ പരിരക്ഷയോടുകൂടി ഒരേ അവകാശത്തോട് ജീവിക്കാനായിട്ട് അവകാശമുള്ളവർക്ക് ആ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാതലായ പ്രശ്നം. ആ വിഷയത്തില് BJPയുടെ നിലപാട് എന്താണ്? BJPയുടെ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചോളൂ. എന്തിനാണെന്നാ പിന്നെ ടോണി പറയുന്ന പോലെയാണെങ്കിൽ എന്തിനാണ് CBCയുടെ പ്രസിഡന്റ് 2 ദിവസം മുമ്പ് കത്തെഴുതിയത്? 740ഓളം ചർച്ചസ് ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം മാത്രം ശരാശരി 2 ക്രൈസ്തവര് ഒരു ദിവസം ആക്രമിക്കപ്പെടുന്നു. പുരോഹിതന്മാർക്കെതിരെ കേസ്, ക്രിസ്മസ് ആഘോഷം നടത്തുന്നതിന് കേസ് എടുക്കുന്നു. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുമ്പോൾ എന്നെ ന്യൂനപക്ഷ കമ്മീഷനിൽ അപ്പോയിന്റ് ചെയ്തതാണോ പ്രധാനപ്പെട്ട കാര്യം? അതാണോ പ്രധാനപ്പെട്ട കാര്യം? ഇവിടെ ഒരു ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് റബ്ബറിന്റെ വിലക്കയറ്റത്തെ പറ്റി, റബ്ബർ കർഷകരുടെ ആശങ്കയെ പറ്റി ഉന്നയിച്ച് 270 രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്ത് നടപടി എടുത്തു? 10 രൂപയെങ്കിലും കൂട്ടിയോ? എന്നാലും നടപടി. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്സ്, സ്കൂൾ സ്കോളർഷിപ്സ് കംപ്ലീറ്റ് റദ്ദ് ചെയ്തു. ആരാ റദ്ദ് ചെയ്ത്? BJP റദ്ദ് ചെയ്ത്. അതൊന്നും താങ്കൾ അറിഞ്ഞില്ലേ ടോണി? അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അവർക്ക് ഈ രാജ്യം സ്വാതന്ത്ര്യമായ കാലഘട്ടം മുതൽ അവർക്ക് പാർലമെന്റിലേക്ക് സംവരണം ഉണ്ടായിരുന്നു, നിയമസഭയിലേക്ക് സംവരണം ഉണ്ടായിരുന്നു. അത് റദ്ദ് ചെയ്തു. ആ സംവരണം ഇല്ല ഇപ്പോ. ആരാ കളഞ്ഞത്? കോൺഗ്രസ് ആണോ കളഞ്ഞത്? അത് BJP അല്ലേ കളഞ്ഞത്? നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? പിന്നെ സഭയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സഭയ്ക്ക്, ക്രൈസ്തവ സഭയ്ക്ക്, ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് 131 രൂപകളുണ്ട് ഇന്ത്യയിലെമ്പാടുമായിട്ട്. സീറോ മലബാർ സഭയ്ക്ക് 32 രൂപകളുണ്ട് ഇന്ത്യയിലെമ്പാടുമായിട്ട്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു വ്യക്തി വിളിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാവരും പ്രധാനമന്ത്രിയാ.
അങ്ങനെ ആയിരിക്കണമല്ലോ. അദ്ദേഹം ഒരു ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തെ പോയി കാണുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതൊക്കെ ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ക്രൈസ്തവ സഭ. അല്ല, അങ്ങനെ സൗഹൃദം മാത്രമല്ല എന്നാണ് ശ്രീ ഹെൻറി താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഈ പാനലിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ സൂചിപ്പിച്ചത് എന്താണ്? ഈ സൗഹൃദത്തിൽ നിന്നാണല്ലോ പതിയെ വോട്ടായി മാറുന്നത് എന്നാണ്. താങ്കൾ തന്നെയൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊരു സൗഹൃദം സഭകളുമായി BJPക്ക് ഒരു കാലത്തുണ്ടായിരുന്നു. അവിടെ സൗഹൃദം സൃഷ്ടിക്കാൻ സാധിക്കുന്നു, അത് പതിയെ വോട്ടായി മാറുന്നു എന്നുള്ളതാണ് അവകാശവാദം. അതോടൊപ്പം ഇപ്പോൾ ടോണിയും അതിനെ ശരിവെക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാസാഗർ തന്നെ നേരത്തെ ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം ശ്രീ വിദ്യാസാഗർ തന്നെ ഈ സംസാരത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സമുദായ നേതൃത്വം എന്ന് പറയുന്നത് ആ പദവിയിൽ ഇരിക്കുമ്പോൾ, ഇപ്പൊ ശ്രീ ടോണി ഒരു സമുദായ നേതാവാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. അദ്ദേഹം ഒരു സമുദായ നേതാവാണ്, സിറോമലബാർ സഭയുടെ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻസ് ഉണ്ടാകാം. അത് സഭയുടെ ഒഫീഷ്യൽ ഒപ്പീനിയൻ ആണോ? സിറോമലബാർ സഭയുടെ ഒഫീഷ്യൽ ഒപ്പീനിയൻ ആണോ ടോണിയോട് പറഞ്ഞിരിക്കുന്നത്? അല്ല, സ്വാഭാവികമായും താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ ഹലോ പറയൂ. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഞാനൊരു BJPയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ LDFന്റെയോ വക്താവല്ല. നിങ്ങൾ ഓരോ പാർട്ടിയുടെ വക്താക്കളെ ഞാൻ ചോദിക്കുന്നത് എന്ത് സഹായമാണ്, ലിറ്ററി ആയിട്ട് നിങ്ങളത് കൃത്യമായിട്ട് പറയണം. എന്ത് സഹായമാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ കേരളം ഭരിച്ചപ്പോൾ നൽകിയെന്ന് പറയാൻ പറ്റും? സാധിക്കുമോ? ഇവിടെ ഞാൻ പറയാം, കഴിഞ്ഞ പ്രാവശ്യം LDF ഗവൺമെന്റ് അതാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് ഭരണഘടനാപരമായി ന്യൂനപക്ഷങ്ങൾക്കടക്കം ഉള്ള അവകാശങ്ങൾ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല, അത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഹെൻറി പറയുന്നത്. മുഴുവൻ ഒരു പ്രത്യേക സമുദായത്തിനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുത്തിരുന്നത്. അത് നിഷേധിക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ എന്ത് സഹായമാണ് ഒരു ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ആരുടെ നറേറ്റീവ്? അത് അവന് മറുപടി പറയണം. ആരുടെ നറേറ്റീവ്? അത് ഒരു മുസ്ലിം വിരോധം. എന്തിനാ നിങ്ങൾ മറച്ചു വെച്ച് പറയുന്നത്? ഒരു മുസ്ലിം വിരോധം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകള് മുസ്ലിങ്ങൾക്ക് എതിരാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് ക്രൈസ്തവരുടെ എക്സ്പെൻസിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നുള്ള നറേറ്റീവ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആരാണ് ഈ നറേറ്റീവ് ഉണ്ടാക്കുന്നത്? ഞാനിവിടെ സംസാരിക്കുന്നത് ആ നറേറ്റീവ് അല്ലേ ഇദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ആനുകൂല്യം തട്ടിയെടുത്ത്? എന്ത് സഹായമാണ് കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? തുറന്നു പറയൂ, എന്താണ് നമ്മുടെ ഗവർണർ? ഒരു ഇന്ത്യയിൽ ദേശീയമായിട്ട് നമ്മൾ സംസാരിക്കല്ലേ, കേരളത്തിലോട്ട് വന്ന് നമ്മൾ സംസാരിച്ചാൽ മതി. കേരളത്തില് എത്രമാത്രം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഈ ക്രൈസ്തവർക്ക്, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തീരദേശയിലെ ആൾക്കാർക്ക്, മലയോര കർഷകർക്ക് എന്ത് സഹായമാണ് ഇത്തരം ഇവിടെ മാറി മാറി വന്ന ഇടതുമുന്നണിയും വലതുമുന്നണിയും നൽകിയെന്ന് നിങ്ങൾ പറയണം. തീരദേശത്തെ അവസ്ഥ എന്താണെന്ന്, മലയോര മേഖലയിലെ അവസ്ഥ എന്താണ്? ഞാൻ പറയട്ടെ അഭിലാഷ്. പറയൂ. തീരദേശത്തെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. തീരദേശ മേഖലയിൽ പറഞ്ഞുതരാം. തീരദേശ മേഖലയിലെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തില് ഇവിടെ 2000-ഓളം വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്, മത്സ്യഗ്രാമ പദ്ധതി പ്രകാരം അഡോപ്റ്റ് ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പുനർവിവാഹം പദ്ധതി വരുന്നിട്ടുണ്ട് തീരദേശ മേഖലയിലെ ആശങ്കകൾ പരിഹരിക്കാനായിട്ട്. അത് മാറി വരുന്ന സർക്കാരുകൾ അത് ചെയ്യുന്നുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഡോണ്ട് കൺഫ്യൂസ് വിത്ത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് വ്യക്തിപരമായി നേടുന്ന ചില സ്ഥാനമാനങ്ങളല്ല ന്യൂനപക്ഷങ്ങളുടെ അവകാശം എന്ന് പറയുന്നത്. ഭരണഘടന നമുക്ക് നൽകുന്ന തുല്യതയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ തുല്യത ഇല്ലാതെ സെക്കൻഡ് റേറ്റ് സിറ്റിസൺസ് ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള ആശങ്കയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അതിനേക്കാൾ വലുതല്ല സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത്. അത്തരം കേവല സ്ഥാനമാനങ്ങളിൽ ഒതുക്കരുത് ന്യൂനപക്ഷങ്ങളുടെ അവകാശം. അതായത് പറയുന്നത് പോലെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ന്യൂനപക്ഷം എന്നത് ഒരു രണ്ടാംകിട പൗരന്മാർ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ശ്രീ ടോണി? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രകടന പത്രികയില്, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയില് എന്തെങ്കിലും ആനുകൂല്യങ്ങള് ക്രൈസ്തവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പില്, ലോകസഭാ തെരഞ്ഞെടുപ്പില് എത്രമാത്രം അവരുടെ പ്രകടന പത്രികയിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്? എത്രമാത്രം നടപടികൾ എടുത്തിട്ടുണ്ട്? താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾ, അതിന് ഹെൻറി നൽകുന്ന മറുപടിയും ഒക്കെ വ്യക്തതയുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളോട് സൂചിപ്പിക്കുന്നത്.
ഹെൻറി പറയുന്നു. അതായത് ഏതെങ്കിലും 1-2 പോസ്റ്റുകൾ എന്നത് മാത്രമാണോ, അതിനപ്പുറത്ത് ആശങ്കപ്പെടെ. അതെ, അതാണ് ടോണി ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ഹെൻറി പറഞ്ഞ ഒന്നുണ്ട്. അതായത് ഇവിടെ ഈ രാജ്യത്തെ, ഈ ജനാധിപത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാർ എന്ന നിലയിലേക്ക് പോകുന്നു എന്ന ആശങ്കയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ്. റൈറ്റ്. എന്തായാലും ശ്രീ നാരായണൻ നമ്പൂതിരി, ഇവിടെ ഈ സ്ഥാനമാനങ്ങൾ എന്നതിനപ്പുറത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് BJP. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഒരിക്കലും BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തില്ല എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പുലർത്തുന്നത്. അവരെ ഒപ്പം നിർത്തുന്നു എന്ന ഒരു പ്രതീതി വരുത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയും ആരോപണം. കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്കും എപ്പോഴും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ആഗ്രഹമാണ്, അതിനുള്ള പ്രചരണമാണ് നടത്തുന്നത്. ഇപ്പോൾ ടോണി ഈ കാശ്മീരിലെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. കാശ്മീരിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുമസ് ആഘോഷം നടന്നത് BJP കേന്ദ്രം ഭരിക്കുമ്പോഴാണ്. കാശ്മീരിൽ അടച്ചുപൂട്ടിയ ക്രിസ്ത്യൻ ദേവാലയം, നിങ്ങൾ ഹെൻറി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. അത് കാശ്മീരിലെ ക്രിസ്ത്യൻ ദേവാലയം തുറന്ന് അവിടെ ആരാധന നടത്തിയതും BJPയുടെ കാലത്താണ്. ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് BJP ഭരിക്കുമ്പോഴാണ്. കാശ്മീർ തീവ്രവാദികളെ ഭയന്ന് ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടി ആരാധന നടത്താൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടായിരുന്നത് മാറി അവിടെ ആരാധന നടത്തിയത് BJPയുടെ ഭരണകാലത്താണ്. BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ അത് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ളതല്ല, ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായിട്ടാണ് കാണുന്നത്. സ്വാഭാവികമായി ഈ ആക്രമണങ്ങൾ ഇത് BJP അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതല്ലോ. ടോണി പറഞ്ഞു, ഇത് ഓരോ കാലഘട്ടത്തിലും. ഇപ്പോ ഛത്തീസ്ഗഡിൽ ആക്രമണം ഉണ്ടായി. ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് അവിടെ ഭരിച്ചിരുന്നത്? അപ്പോ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത് അന്ന് കോൺഗ്രസ്. കോൺഗ്രസിന്റെ MLA, കോൺഗ്രസിന്റെ MLA. മണിപ്പൂർ കോൺഗ്രസ് ആണ് ആക്രമിച്ചത്. മണിപ്പൂർ ക്രിസ്ത്യൻ സംഘർഷമല്ല. ഇന്ത്യയിൽ നടക്കുന്ന ഹെൻറി, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ മണിപ്പൂർ 2 പ്രാവശ്യം പറഞ്ഞു. മണിപ്പൂരിൽ ഒരു വർഗീയ സംഘർഷമല്ല എന്ന് ബോംബെയിലെ ആർച്ച് ബിഷപ്പ് പറയുന്നു, ഇംഫാലിലെ ബിഷപ്പ് പറയുന്നു. അത് ഗോത്ര സംഘർഷമാണ്, ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അത് ഞങ്ങൾ ഭരിക്കുന്നു. BJP വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ 6 മാസക്കാലം സംഘർഷം കൊണ്ട് അതിർത്തി പൂട്ടിയിട്ടതാ. 6 മാസക്കാലം നിരന്തരമായ സംഘർഷമായിരുന്നു. കുക്കിയും മൈത്തിയും തമ്മിൽ, അല്ലെങ്കിൽ കുക്കിയും നാഗയും തമ്മിൽ, അല്ലെങ്കിൽ മൈത്തിയും നാഗയും തമ്മിൽ. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം, അത് തെരഞ്ഞെടുപ്പിൽ ലാക്കാക്കി അത് വർഗീയ സംഘർഷമാണ്, മത സംഘർഷമാണെന്ന് കോൺഗ്രസുകാർ എല്ലാം തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ കോൺഗ്രസ് ഒന്നും കാണില്ല. ഞങ്ങൾ കേരളത്തിലടക്കം വിവിധ സമുദായങ്ങളുമായി, വിവിധ സമൂഹങ്ങളുമായി സൗഹൃദത്തിലാകണം. ആ സൗഹൃദത്തിലാകുന്നതിന് എന്താണ് തെറ്റ്? എന്താണ് ഇത്ര പരിഭ്രാന്തിപ്പെടാൻ? ഞങ്ങൾ ഒരു പുരോഹിതനെ കാണാൻ പോകുമ്പോൾ അപ്പോ 176 പള്ളി. ഇത് മാറാനും പരിഹരിക്കണം. സ്വാഭാവികമല്ലേ ശ്രീ നാരായണൻ നമ്പൂതിരി? കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നത് BJP ആണ്. അപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന വിവിധ വിഷയങ്ങളിൽ അടക്കമുള്ള പരാതികളുണ്ടാകും, പരിഭവങ്ങളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും. അഭിലാഷെ, ഞാൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അഭിലാഷെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പ്രശ്നങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. ഇതൊന്നും 145 കോടി വരുന്ന ഇന്ത്യൻ ജനതയാ. ഇത്രയും വലിയൊരു രാജ്യത്ത് എവിടെയെങ്കിലും അവിടെ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണം, തർക്കങ്ങൾ പരിഹരിച്ചു പോകണം, ഒരുമിച്ച് പോകണം. അപ്പൊ ചർച്ചയുണ്ടാവണം, പരസ്പരം സംവാദം ഉണ്ടാകണം, പരസ്പരം ബന്ധപ്പെടൽ ഉണ്ടാവണം. അതിനൊരു പരിശ്രമം നടത്തുമ്പോൾ, പരസ്പരം സംസാരിക്കാൻ, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാൻ BJP തയ്യാറാകുമ്പോൾ, സഭാ നേതൃത്വം തയ്യാറാകുമ്പോൾ, BJP നേതാക്കന്മാരെ സഭാ നേതൃത്വം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, ഇന്നലകളിൽ ഇവർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞുണ്ടാക്കിയ ചിത്രമല്ല BJP എന്ന് സഭാ നേതൃത്വത്തിന് തിരിച്ചറിവുണ്ടായി എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടാകുമ്പോൾ, തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ വേവലാതി ഉണ്ടാവും. സ്വാഭാവികമാ. ഈ ഇന്ത്യയിലെ, കേരളത്തിലെ കത്തോലിക്ക വോട്ട് ഞങ്ങളുടെ പോക്കറ്റിലാണെന്ന് പറഞ്ഞു നടന്നിരുന്നവരാണല്ലോ. ആ പറഞ്ഞു നടന്നിരുന്നവരുടെ ആണല്ലോ ഈ മധ്യ തിരുവിതാംകൂറിൽ കത്തോലിക്കർക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ള മധ്യ തിരുവിതാംകൂറിൽ
അടക്കം കോൺഗ്രസിന് അടിപതറിയത്. ശരി. സ്വാഭാവികമായി കോൺഗ്രസിന് സംശയവും പരിഭവവും ഭയവും ഉണ്ടാകും. ആ ഭയത്തിൽ നിന്ന് മോദി രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം കളവായ ആരോപണങ്ങൾ ഉണ്ടാകണം. ഒരു കാരണവശാലും സാമുദായിക സൗഹാർദ്ദം ഉണ്ടാകാതിരിക്കണം. ഒരു കാരണവശാലും മതസൗഹാർദ്ദം ഉണ്ടാവാതിരിക്കണം. ഒരു കാരണവശാലും BJP നേതൃത്വവും സഭാ നേതൃത്വവും സഭാ മക്കളുമായി സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കണം. അത് കോൺഗ്രസിന്റെ താല്പര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും താല്പര്യങ്ങൾക്കൊത്താണ് നിൽക്കുന്നതെങ്കിൽ. അതോടൊപ്പം ഈ സഭ മാത്രമല്ലല്ലോ, ഇന്നിപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനുമായുള്ള കൂടിക്കാഴ്ച അവർ പക്ഷേ ഇപ്പോൾ 8 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ധീവരസഭയുടെ നേതാവുമായി, ധീവരസഭയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ BJPക്ക് അനുകൂലമാകുന്നുണ്ട്. ഈ SNDP പോലുള്ള സംഘടന അല്ലെങ്കിൽ NSS അങ്ങനെയുള്ള സംഘടനകളും കൂടുതൽ BJPയിലേക്ക് അടുക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീ നാരായണൻ നമ്പൂതിരി? ഞങ്ങൾ SNDPയും NSSും KPMSും അടങ്ങുന്ന എല്ലാ സമുദായ സംഘടനകളെയുമായി ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളത് കാണും. ഞങ്ങളുടെ സാധാരണ പാർട്ടി പ്രവർത്തകൻ തൊട്ട് അഖിലേന്ത്യാ അധ്യക്ഷൻ വരെ ഈ 14-ാം തീയതി വരെ ബൂത്ത് തലത്തിൽ ഇന്ത്യയിലെ എല്ലാ ബൂത്തിലും എല്ലാ ആളുകളെയും കാണുക. അതിൽ സമുദായ നേതാക്കന്മാരുണ്ടാവും, മത നേതാക്കന്മാരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും. എല്ലാ ബൂത്തിലും പ്രവർത്തനം നടക്കുക. അതിന്റെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷൻ സമുദായ നേതാക്കന്മാരെ കാണും, അതല്ലാതെയും കാണും. ശരി, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയല്ലേ? ശരി, ഒരു പാർട്ടി നേതാവിന്റെ ബാധ്യതയല്ലേ? തീർച്ചയായും. ഇത്ര അത്ഭുതം. ശരി 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 അഡ്വക്കേറ്റ് വിദ്യാസാഗർ, ഇവിടെ നേരത്തെ ഹെൻറി തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചൊന്നുണ്ട്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൂടിക്കാഴ്ചകളെന്ന്. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ശ്രമിക്കാറുണ്ട്, അത് നടത്താറുണ്ട്. CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യാറുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. പക്ഷേ അവിടെ CPIMനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വ്യത്യസ്തമായൊരു സമീപനമാണ് സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുന്ന ഒരു സമീപനം. ഇപ്പോൾ അത് ഒരു സഭാ അധ്യക്ഷനെ കണ്ടിട്ട് ആകണമെന്നില്ല. ഇപ്പോൾ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്നു, ഹമാസും തമ്മിലുള്ള പോരാട്ടം ഉണ്ടാകുന്നു. അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം മത നേതാവിൻ്റെ പിന്തുണ തേടുകയോ അങ്ങനെ പോയി സംസാരിക്കുകയൊന്നുമല്ല. ഈ മുസ്ലിം മതവിഭാഗങ്ങൾക്കടക്കം വിശ്വസിക്കാൻ പറ്റുന്ന, ആശ്രയമാകാവുന്ന പാർട്ടി എന്നത് ഞങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സൂചിപ്പിച്ച രാജ്യത്ത് നടക്കുന്ന പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആ കമ്മ്യൂണിറ്റിയെ ഞങ്ങളാണ് ഒപ്പം നിർത്തുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായോ അല്ലെങ്കിൽ സുകുമാരൻ നായരുമായിട്ടോ ഒന്നും ചർച്ചകളെ നടത്താറില്ല, കൂടിക്കാഴ്ചകളെ നടത്താറില്ല എന്നുള്ളതല്ല. അവർക്ക് പകരം ആ വിഭാഗത്തെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അല്ലാതെ ഈ നേതാക്കളെ ഫോക്കസ് ചെയ്ത് നേതാക്കളുമായി ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം ചെലവഴിച്ച് അവരുടെ വീട്ടിൽ പോകുന്നു, അവരെ വിരുന്നിന് ക്ഷണിക്കുന്നു, അത് ഇനിയുള്ള ഒരു സാഹചര്യത്തിൽ, ഇനിയുള്ള ഒരു ഭാവി കാലഘട്ടത്തിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? നിലപാടുകൾ ഓരോ സോഷ്യൽ സെഗ്മെന്റിന്റെയും ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകളോട് ഏതളവ് വരെ ഓരോ പ്രസ്ഥാനവും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നുവോ ആ പ്രസ്ഥാനങ്ങളോട് ഒരളവിൽ ആ സമൂഹത്തിന്റെ ഇടയിൽ ഒരു ആഭിമുഖ്യം ജനിച്ചേക്കാം. ഇവിടെ പക്ഷേ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഏത് ഭാഷയിൽ പറഞ്ഞാലും ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ട് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുക. ഈ ജാതി സെൻസസ് വേണോ വേണ്ടായോ എന്നത് സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു കൃത്യമായ നിലപാട് ഇപ്പോഴും അവർ പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ വെള്ളാപ്പള്ളി ഗണേശനാണെങ്കിലും ഇത് വേണം, വേണ്ട, വേണ്ടണം എന്ന മട്ടിലുള്ള ഒരു നിലപാടല്ലാതെ വ്യക്തതയുള്ള ഒരു നിലപാട് ഇതുവരെ ആ വിഷയത്തില് അദ്ദേഹവും പറഞ്ഞു കാണുന്നില്ല. അപ്പോ ഈ ഓരോ സോഷ്യൽ സെഗ്മെന്റും അവര് വലുതാണെന്ന് കണക്കാക്കുന്ന ആ ആശയങ്ങൾ, അവർക്ക് അവരുടെ മുന്നേറ്റത്തിന് ഉതകുന്നതായിട്ടുള്ള പ്രോഗ്രാംസ്, അതൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടുകളോടുള്ള ആഭിമുഖ്യം ഒരുപക്ഷെ ആ സോഷ്യൽ സെഗ്മെന്റിന്, ആ പ്രസ്ഥാനത്തോട്, ആ നേതാക്കളോട് ആഭിമുഖ്യം ജനിപ്പിക്കാനായിട്ട് ശ്രമിച്ചേക്കാം. പിന്നെ ഇവിടെ മിസ്റ്റർ ചിറ്റിലപ്പള്ളി പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ് എന്ത് തന്നു, കമ്മ്യൂണിസ്റ്റ് എന്ത് തന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പറഞ്ഞു. ഇവിടെ കേരളം ദീർഘകാലം ഭരിച്ച മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങള് വലിയ സമ്മർദ്ദ ശക്തികളായി മാറിക്കൊണ്ട്
ഭൂരിപക്ഷ സമുദായത്തിനും കൂടി അർഹതപ്പെട്ടതും ഒക്കെ നേടിയെടുക്കുന്നുണ്ട് എന്ന മട്ടിലും പറഞ്ഞതും മറ്റാരുമല്ല, കേരളം ഭരിച്ച ദീർഘകാലം ഭരിച്ച ആദരണീയനായ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വാക്കുകളാ. അതുകൊണ്ട് ടോണി ഒരു 20 കൊല്ലം എന്നൊരു എനിക്ക് അറിയില്ല, ഒരു സമയപരിധി പറഞ്ഞിരുന്നു. ആ വർഷത്തിനിടയിൽ എന്ത് ലഭിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇതാ, ഇവിടെ ന്യൂനപക്ഷങ്ങള് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ മാറി മാറി വന്ന UDF ആയിട്ടും LDF ആയിട്ടും ന്യൂനപക്ഷങ്ങളെ എല്ലാം പാടെ അവഗണിച്ചു എന്ന രീതിയിലുള്ള ഒരു സമീപനം അത്ര ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതൊരു ഏകപക്ഷീയമായ നിലപാടായിരിക്കും. ഞാൻ അതിന്റെ ഒരു വിപരീത നിലപാട് ഒരു ന്യൂനപക്ഷക്കാരനായ സമുന്നതനായ കേരള മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ തന്നെ ഉന്നയിച്ച് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയണം. ഒരു സമൂഹത്തിന് പ്രയോജനകരമായിട്ട് വിധത്തിലുള്ള ഇപ്പൊ ജാതി സെൻസസ് എന്ന് പറയുന്നത് സംവരണ സമുദായങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. കാരണം ഏത് കേസ് കോടതിയിൽ വന്നാലും അപ്പോ ഈ കണക്കുകളില്ല എന്ന് പറഞ്ഞിട്ട് കേസുകൾ ദോഷമായി ന്യായാധിപന്മാര് വിധി കൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാകണം. ആ ഡേറ്റാസ് സമാഹരിക്കണം എന്ന് തീരുമാനം. അത് കോൺഗ്രസ് ആണെങ്കിലും വളരെ വൈകിയാണ് ഇത് തിരിച്ചറിഞ്ഞത്. ഇത് ഞങ്ങൾ പണ്ടുപോലെ പറയുന്നതാണ്. അപ്പൊ ഇപ്പൊ ഇന്നേ വരെ കോൺഗ്രസും അതിനോട് കണ്ണടച്ചിരുന്നു. ഇന്നിപ്പോ ഏതായാലും കോൺഗ്രസ് ഒരു നിലപാട് മാറ്റിക്കൊണ്ട് അതിലേക്ക് നടന്നെടുത്തിരിക്കുന്നു. പക്ഷെ അപ്പോഴും BJP ആ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിലപാടുകളാണ് പ്രധാനം. ശ്രീ വിദ്യാസാഗറിന്റെ ചോദ്യത്തിന് മറുപടിയുണ്ടോ? എന്നോടാണ് ചോദ്യം. ശ്രീ നാരായണൻ നമ്പൂതിരിയോടാണ്. ശ്രീ നാരായണൻ നമ്പൂതിരിയോട് ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. വിദ്യാസാഗർ സാറ് ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് അതൊരു BJPയുടെ ഒരു സംസ്ഥാന ഭാരവാഹി മാത്രമായി എന്നെ സംബന്ധിച്ച് എനിക്ക് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. പാർട്ടി കേന്ദ്ര സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ശ്രീ ഹെൻറി, ഇവിടെ താങ്കൾ ശ്രദ്ധിച്ചു കാണും, BJPയെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ വോട്ട് സ്വാധീനം ഉറപ്പിക്കാമോ? ഈ ഭാരതരത്നയുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് പരിശോധിച്ചു നോക്കൂ. കർപ്പൂരി ഠാക്കൂറിന് നൽകുന്നു, നരസിംഹറാവുവിന് നൽകുന്നു, ചൗധരി ചരണിന് നൽകുന്നു, MS സ്വാമിനാഥന് നൽകുന്നു, LK അദ്വാനിക്ക് നൽകുന്നു. ഇതൊക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ രാമക്ഷേത്രം കേരളത്തിൽ നിന്നും ഒരു സ്വാധീനവും ചെലുത്തില്ല എന്ന് പറയുമ്പോൾ അതിനെ 100% സ്വാഗതം ചെയ്തു NSS, അതിനെ ശരിവെക്കുന്നു SNDP. അങ്ങനെയൊക്കെയുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സംഘടനയെ അടക്കം ഇനിയിപ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. അപ്പോൾ സമുദായങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന ഒരു തോന്നൽ, അത് താങ്കൾ പറയുന്നത് പോലെ തോന്നലായിക്കൊള്ളട്ടെ, അങ്ങനെയെങ്കിലും ജനിപ്പിക്കാൻ കോൺഗ്രസിന് അല്ലെങ്കിൽ BJPക്ക് സാധിക്കുമ്പോൾ ഇതെല്ലാം ആത്യന്തികമായി നഷ്ടമുണ്ടാക്കുന്നത് കോൺഗ്രസിനാണ് എന്നൊരു തിരിച്ചറിവുണ്ടോ കോൺഗ്രസിന്? അഭിലാഷ്, ഇതില് നമ്മൾ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായി ഇതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ്. കാരണം BJPക്ക് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 37% അടുത്താണ് വോട്ട് കിട്ടിയത്. 37.3% മറ്റാണ് അവർക്ക് ടോട്ടൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഇപ്പൊ ഈ രാജ്യത്തിന്റെ ഭരണം പിടിക്കാനായിട്ട് ഭൂരിപക്ഷ സമുദായം മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇത്രയും കാലം BJPയുടെ നയരൂപീകരണവും അവരുടെ നിലപാടുകളും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടായതായിട്ട് ഇപ്പോൾ ഒരു ചിത്രീകരണം വരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോ BJPയുടെ വോട്ട് ഷെയർ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 98% വോട്ട്സ് ഇന്ത്യയിൽ അവർക്ക് കിട്ടുന്നത് ഹിന്ദു വോട്ട്സ് ആണ്. അതാണ് അതിന്റെ കണക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഭരണത്തിൽ വരാനായിട്ട് ഹിന്ദു വോട്ട് മാത്രം മതി അവർക്ക് എന്നുള്ളൊരു ചിന്താഗതി BJPക്കുണ്ട്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. കേരളത്തിലെ പോപ്പുലേഷൻ എങ്ങനെയാണ്? 52% മെജോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ 48% മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആണ്. ഇവിടെ ആ 52%ൽ ഇപ്പൊ നമ്മുടെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ CPM മെജോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് 78% വോട്ട്സ് കിട്ടുന്നത് മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ട്സ് ആണ്. ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിന്റെ വോട്ടാണ് CPMന് കിട്ടുന്നത്. 11% മുസ്ലിം വോട്ടുകളും 10% ക്രൈസ്തവ വോട്ടുകളാണ് CPM അല്ലെങ്കിൽ LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ BJPക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചലനം ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഉണ്ടായാലേ തീരൂ എന്നൊരു തിരിച്ചറിവ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കാലം അത്രയും ഇപ്പോൾ ഇവരുടെ ഈ രണ്ടാം ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ ന്യൂനപക്ഷ സമുദായത്തിന് ഒരു മന്ത്രി കേന്ദ്ര മന്ത്രിസഭയിലുണ്ടോ?
ഒരു മന്ത്രി ഉണ്ടോ കേന്ദ്ര മന്ത്രിസഭയില് റൈറ്റ്. BJPക്ക്? ഇത്രയും ന്യൂനപക്ഷ പ്രേമം പറയുന്ന ഈ പാർട്ടി എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ? ആദ്യത്തെ മിനിസ്ട്രിയിലെ KJ അൽഫോൺസ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഇല്ലല്ലോ. എന്തായാലും താങ്കൾ ഇടയ്ക്ക് പറഞ്ഞു പോയതിൽ ഇത്തരം സ്ഥാനമാനങ്ങളല്ല പ്രധാനപ്പെട്ടതെന്ന് താങ്കളും ഒരിക്കൽ പറഞ്ഞു പോയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അഭിലാഷ്, ഞാൻ അത് തന്നെ ചോദിക്കാനാണ്. ആ ടോണിയോട് എന്തെല്ലാമാ താങ്കൾ ഇടയ്ക്ക് കയറരുത്. ഞാൻ കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തിയല്ലോ. ഈ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് ശ്രീ ടോണി പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചാണത്. ശരി ശരി ശരി. അറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രിയെ പോലും നൽകാത്തവരാണ്. ശരി ശരി ശരി. എന്തായാലും പറയൂ, വളരെ പെട്ടെന്ന് 30 സെക്കൻഡ് പറയൂ ശ്രീ നാരായണൻപുരി. അല്ല, എന്തെല്ലാമായിരുന്നു ടോണിയോടുള്ള ഉപദേശം? സ്ഥാനമാനങ്ങൾ ശരി 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 ശരി. എന്തായാലും രാഷ്ട്രീയത്തിൽ സാമുദായിക സംഘടനകളൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയ ഇന്നലകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരം കൂടിക്കാഴ്ചകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുമ്പോൾ ഞങ്ങൾ ഓൺലൈൻ വഴി ചോദിച്ച ചോദ്യം സാമുദായിക സംഘടനകൾ BJPയോട് അടുക്കുന്നോ എന്നുള്ളതായിരുന്നു. ഇതുവരെ 35,000-ഓളം ആളുകൾ ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. 73% പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് സാമുദായിക സംഘടനകൾ BJPയോട് അടുക്കുന്നു എന്ന് തന്നെയാണ്. 24% പ്രേക്ഷകർ ആണ് എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3% നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നു. തീർച്ചയായും ഈ സാമുദായിക സംഘടനകൾ അടുപ്പം പുലർത്തുന്നത് ആരോട് എന്നത് അറിയണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് എത്തണം. അപ്പോൾ നമുക്കറിയാം. എന്തായാലും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, സീറോ മലബാർ സഭയിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാകും. കൃത്യമായ വോട്ട് പെട്ടികളിൽ എത്തും എന്ന് പറയുമ്പോൾ അതും ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി